പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സർവ്വതാ യോഗ്യനായിട്ടുള്ള ഒരാൾ, സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയാൻ സർവ്വതാ യോഗ്യനായിട്ടുള്ള ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ലാസ് എടുക്കുന്നു. അത് വളരെ നല്ല കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് 6ഓളം വരുന്ന റേപ്പ് കേസിൽ ആരോപണ വിധേയനാണ്. അതിൽ 3 മറ്റോ ചാർജ് ഷീറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കേസിൽ നിന്നും മുൻകൂർ ജാമ്യവും പിൻകൂർ ജാമ്യവും എടുത്തിട്ട് നടക്കുകയാണ്. കുറേ കാലം ഒളിവിൽ പോയതാണ് സ്ത്രീ പീഡനത്തിൻ്റെ പേരിൽ. അതിൻ്റെ പേരിൽ എന്തും ഒരു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അയാളാണ് വേണം മോദിക്ക് സ്ത്രീ സുരക്ഷ എന്ത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാർക്ക് യോജിച്ച പണി തന്നെയാണത്. അല്ല സർ, പക്ഷേ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ അത് പറയാം. ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത്. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, പാലക്കാട് വന്ന് താങ്കൾ വല്ലാതെ വാചാലനായല്ലോ സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊക്കെ. സ്ത്രീ സുരക്ഷ എന്ന വാക്ക് ഉച്ചരിക്കാൻ എങ്കിലും നിങ്ങൾക്ക് അവകാശമുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിയ വിനേഷ് ഫോഗോട്ടും സാക്ഷി മാലിക്കും ബജ്രംഗ് പൂനെയും അവർക്ക് നേരിടേണ്ടി വന്ന അതിക്രമത്തെ പറ്റി ഉന്നയിച്ചപ്പോൾ ഈ രാജ്യം തലകുനിച്ച് നിന്ന് നാളുകൾ മറക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ബ്രിജ്ഭൂഷണെ കുറിച്ചുള്ള വിഷയത്തെയാണ് പറയുന്നത്. ബ്രിജ്ഭൂഷണെതിരെ കേസ് എടുത്തില്ലേ? നടപടി എടുത്തില്ലേ? ആ കേസ് കോടതിയിലല്ലേ? അതിനെ നരേന്ദ്രമോദി അല്ലല്ലോ ചെയ്തത്. നരേന്ദ്രമോദിക്ക് അവിടെ ഒന്നും ഒരു റോളും ഇല്ലല്ലോ. ബ്രിജ്ഭൂഷൺ എങ്ങനെ സംരക്ഷിച്ചു നിർത്തിയെന്നാണ് പറയുന്നത്. അന്ന് വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു. വിവാദമായിരുന്നു അവർ പറഞ്ഞ്. പക്ഷെ അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, കോടതിയിലല്ലേ. അത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമല്ലേ. അത് മോദി എങ്ങനെയാണ് അതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഒന്ന് കേൾക്കട്ടെ. മോദിക്കൊരു ബന്ധമില്ലല്ലോ അതിനകത്ത്. സർക്കാർ കൃത്യമായ നടപടി എടുത്തില്ല എന്നൊക്കെ ഇവർ പറയും. സർക്കാരില്ല നടപടി, അതായത് വകുപ്പ് നടപടി നടക്കും. ഒരാൾക്കെതിരെ നടപടി എടുക്കുന്ന അതിന് ചില നടപടിക്രമങ്ങളില്ലേ. ഒന്ന് ആലോചിച്ച് നോക്ക്. 6 സീരിയൽ റേപ്പ് കേസിലെ പ്രതിയായിട്ട് MLA സ്ഥാനം തുടരുന്നില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ? എന്തടിസ്ഥാനത്തിലാണത്? എന്താ കാരണം? കോൺഗ്രസിനടക്കം ആർക്കും അയാളെ പുറത്താക്കാൻ പറ്റില്ല. രാജ്യത്ത് ചില നിയമങ്ങളില്ലേ, ആ നിയമം അനുസരിച്ചല്ലേ പ്രവർത്തിക്കാൻ കഴിയൂ. അതിൻ്റെ പേരിലാണോ ഇത് പറയുന്നത്? ഇത് പാലക്കാട് വന്നപ്പോൾ പാലക്കാട് ഇത് പ്രത്യേകം പറയാൻ കാരണമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞൊരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസം പാലക്കാട് എത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. പാലക്കാട് നഗരസഭാ കൗൺസിലറായിട്ടുള്ള പ്രശോഭ് ഇത്തരത്തിലുള്ള വിഷയമുണ്ടായിരുന്നു. മോദി അതും ചൂണ്ടിക്കാണിച്ചിരുന്നു. അതെ, പ്രശോഭന പേരെടുത്ത് പറഞ്ഞുകൊണ്ടല്ല, അല്ലാതെ തന്നെ പറയുകയും ചെയ്തു. അല്ലെന്ന് ഇത് അതാണ് മാങ്കൂട്ടത്തിൽ ഇഫക്റ്റ് എന്ന് ഞാൻ പറയുന്നത്. കാരണം ഒരു പ്രക്ഷോഭം വരുന്നു, ആ പ്രക്ഷോഭിന് ഇത് തന്നെയാണ്. ഏത് ബലാത്സംഗമാണ് പ്രക്ഷോഭിൻ്റെ പേരിലുള്ള കുറ്റം. അത് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് നിയമവും കൂടി അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്തൊരു സന്തോഷത്തോടു കൂടിയാണ് കോൺഗ്രസ്സുകാർ ആ ശശിയെ എടുത്തു വെച്ചത്. ശരിയല്ലേ? ശശിയാണെങ്കിൽ ഇത് ഈ കാര്യത്തിൽ കുപ്രസിദ്ധനുമല്ലേ, കുപ്രസിദ്ധനാണ്. പ്രസ്റ്റീജ് പോരാട്ടമാണ് ഇത്തവണ എന്നാണ് പറഞ്ഞത്. PK ശശിയുടെ കാര്യത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. തീർച്ചയായിട്ടും. കാരണം പ്രതിപക്ഷ നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനും കവചം ഒരുക്കി കൊടുത്തത്. പക്ഷെ അദ്ദേഹമല്ലേ ആദ്യം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് ബോധ്യപ്പെടാൻ എത്ര എടുത്ത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു MP അദ്ദേഹത്തിൻ്റെ മകൾക്കുണ്ടായ ദുരനുഭവം കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് എന്ത് നടപടിയെടുത്ത് പ്രതിപക്ഷ നേതാവ്? ഒന്ന് പറയട്ടെ. ഒന്നുകിൽ പ്രതിപക്ഷ നേതാവിന് പറയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, പറയട്ടെ. ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിലൊരു നടപടിയും എടുത്തില്ല എന്ന് പറയേണ്ടി വരും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പിഴയാളി ഇങ്ങനെയാണ് എന്നുള്ള കാര്യം എപ്പോൾ മുതലാണ് സതീശൻ അറിഞ്ഞു തുടങ്ങിയത്? അത് പറയണ്ടേ. എത്ര പേര് പരാതിപ്പെട്ടിട്ടുണ്ട്?
പാർട്ടി പ്രവർത്തകരായിട്ടുള്ള എത്ര പേര് ഇവനെതിരെ പരാതിപ്പെട്ടു. എന്നിട്ട് വല്ലതും സംഭവിച്ചാൽ ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ, PK ശശിയെ പോലെയുള്ള ഒരാൾ ആ ശ്രീമതി ടീച്ചർ എന്തോരം ആക്ഷേപം കേട്ടതിൻ്റെ പേരിൽ തീവ്രത അളക്കുന്ന യന്ത്രം കണ്ടുപിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ശ്രീമതി ടീച്ചറെയും ആക്ഷേപിച്ചു. വേറെ ആരെയും ആക്ഷേപിച്ചത്? പാലക്കാടുള്ള ബാലനെയും ആക്ഷേപിച്ചു. ശരി, അങ്ങനെയെങ്കിൽ അത് അങ്ങനെ ഖണ്ഡിക്കുന്നു എന്ന് പറയുന്നത്. കർണാടകയിലെ കാര്യം പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. കർണാടകയിൽ അങ്ങയുടെ വിശ്വസ്തൻ യെദ്യൂരപ്പയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചത് താങ്കളല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അല്ല, യെദ്യൂരപ്പയ്ക്കെതിരെ എന്താണ് ഈ കേസ് വന്നത്? ആ കേസ് വരുമ്പോൾ യെദ്യൂരപ്പ ആരാണ്? അവിടെ മുഖ്യമന്ത്രിയാണോ? അല്ലല്ലോ. ഈ കേസ് വരുമ്പോൾ യെദ്യൂരപ്പ അവിടെ മുഖ്യമന്ത്രിയാണ്? അല്ലല്ലോ. മുഖ്യമന്ത്രി അല്ലാത്തൊരാൾക്കെതിരെ കേസ് വന്നു കഴിഞ്ഞാൽ അയാൾ ആ കേസ് നേരിടണം. അങ്ങനെ ഒരു കേസ് എടുക്കരുതെന്ന് മജിസ്ട്രേറ്റിനോടോ പോലീസിനോടോ മോദി വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെന്താ പറയാനുള്ളത്? ഇന്ത്യയിലുണ്ടായേക്കണം മുഴുവൻ വ്യഭിചാരികളുടെയും റേപ്പിസ്റ്റുകളുടെയും ഉത്തരവാദിത്വം മോഡിയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് തൻ്റെ റേപ്പിന് ന്യായീകരണം കണ്ടെത്താനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ശരിയായില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തെ അറിയിക്കണ്ടേ? അങ്ങനെയെങ്കിൽ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആരോപണത്തെക്കുറിച്ച് എന്ത് പറയും? സുബ്രഹ്മണ്യ സ്വാമിയുടെ ആരോപണമാണ്. അതിന് സുബ്രഹ്മണ്യ സ്വാമിക്ക് ആണ് ചോദിക്കേണ്ടത്. ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് തെളിവില്ലാത്ത ആരോപണത്തിന് എന്ത് മറുപടി കൊടുക്കും? ഇപ്പം 6 എണ്ണത്തിന് കേസ് ഉണ്ടെന്നാണ് പറയണത്, കോൺഗ്രസ്സുകാർ തന്നെ പറയണ. പക്ഷെ ഒരു 12 എണ്ണവും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ വെറും ആരോപണം മാത്രമാണ്. അതിന് എവിടെ നിന്ന് തെളിവുണ്ട്? 6 റേപ്പ് കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാരാണ്. അതിൽ 3 എണ്ണത്തിൻ്റെ പേരിൽ മറ്റോ കേസായിട്ടുണ്ട്. ഇനി 3 എണ്ണവും കൂടി വരുമെന്നാണ് പറയുന്നത്. അത് വരാതിരിക്കുകയട്ടെ. അത് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നതല്ലേ. അപ്പോൾ ഇയാൾ നടന്നു പോകുന്ന വഴിക്കുള്ള മുഴുവൻ സ്ത്രീകളെയും ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് അയാൾ മറുപടി പറയണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം അതിന് എവിഡൻസ് ഇല്ല. അങ്ങനെയെങ്കിൽ ആക്ടിവിസ്റ്റും എഴുത്തുകാരിയുമായ മധു പൂർണിമ കിഷോറിനെ കുറിച്ച് ഉള്ള കാര്യത്തിന് എന്ത് മറുപടി പറയാം? അല്ല, അവരെന്താണ് പുസ്തകം എഴുതിയേക്കണെന്നുള്ള കാര്യം ആ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. അവരെന്തിനാണ് അങ്ങനെ ഒരു പുസ്തകം എഴുതിയതെന്നും എനിക്കറിയില്ല. അവരെ കൊണ്ട് ആരാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിപ്പിച്ചതെന്നും എനിക്കറിയില്ല. അവരെന്തെല്ലാം കാര്യങ്ങൾ ആ വായിക്കാത്ത പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായം പറയാനായിട്ട് ഞാൻ സതീശനെ പോലെ വലിയ വായനക്കാരനല്ല. ഞാൻ വളരെ ചെറിയ രീതിയിലുള്ളൊരു വായനക്കാരനാണ്. സതീശൻ ഇറങ്ങുന്ന പുസ്തകങ്ങൾ മുഴുവൻ വായിക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രം. അപ്പോൾ അതുകൊണ്ട് ഈ എന്താണ് പേര്? മധു പൂർണിമ കിഷോർ എഴുതിയിരിക്കുന്ന ആ ഗ്രന്ഥത്തല്ലത് ഞാൻ വായിച്ചിട്ടില്ല. വായിക്കാത്ത പുസ്തകത്തെക്കുറിച്ച് എനിക്ക് പറയാനും പറ്റില്ല. ഈ LDFും UDFും ഇടയ്ക്കിടെ വന്നു ചേരുന്ന ഒരു പരാതിയാണ് ഈ പെൺ വിഷയം എന്ന് പറയുന്നത്. ആ ഒരു വിഷയം എടുത്തിട്ടിട്ടാണ്, അതെല്ലാം പലതരത്തിലുള്ള കാര്യങ്ങൾ എടുത്തിട്ടിട്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മോദിക്കെതിരെ ഈ ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് സ്വയം പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന ഒരാൾ അതേ വിഷയം എടുത്തുകൊണ്ട് മറ്റൊരാളെ കുടുക്കാൻ ശ്രമിക്കുന്ന രീതിയിലേക്ക് അല്ല, അങ്ങനെയല്ല, തരം താഴ്ന്നു പോകും. അല്ല, അവനവന് ന്യായീകരണം കണ്ടെത്തുന്നു. ഞാൻ മാത്രമല്ല, ഈ ലോകത്ത് കുഷ്ഠരോഗിയുടെ മനോഭാവമാണിത്. കുഷ്ഠരോഗി എനിക്ക് മാത്രമല്ല, ലോകത്ത് എല്ലാവർക്കും കുഷ്ഠരോഗം ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന പഴയ സങ്കല്പമാണ്. ഇപ്പം അതില്ല. ഞാൻ പറയുന്ന ഒരു നാടകം ഉണ്ടായിരുന്നു, 7 രാത്രികളെന്ന് പറഞ്ഞിട്ട്. ആ 7 രാത്രികൾ ഈ കുഷ്ഠരോഗികളുടെ ബെഗേഴ്സായ കുഷ്ഠരോഗികളുടെ കഥയാണ് പറയുന്നത്. പഴയൊരു നാടകമാണ്. കാലടി ഗോപി എന്ന് പറയുന്ന ഒരു കക്ഷി എഴുതിയതാണ്. അതിനകത്താണ് പാഷാണം വർക്കി എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നത്. ആ പാഷാണം വർക്കി ഇപ്പോൾ പ്രസിദ്ധമാണ്. കാരണം അയാൾ ഭിക്ഷ കണ്ടാൻ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഗുരുവായൂരപ്പനും ഒരു സ്ഥലത്ത് ഔസേപ്പുണ്യാളിനെയും വെക്കും. ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഫോട്ടോ തിരിച്ച് ഔസേപ്പുണ്യാളിനെ കാണിച്ച് ഭിക്ഷ വാങ്ങിക്കും. ഇപ്പുറത്ത് വരുമ്പോൾ ഗുരുവായൂരപ്പനെ കാണിച്ച് ഭിക്ഷ വാങ്ങിക്കും. അങ്ങനെ ചെയ്യുന്ന ആളാണ് പാഷാണം വർക്കി. ആ പാഷാണം വർക്കിയുടെ ക്യാരക്ടറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ കുഷ്ഠരോഗിയുടെ മനോഭാവത്തെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും കുഷ്ഠരോഗം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ രീതിയിൽ ലോകത്തുള്ള എല്ലാവരും അയാളെപ്പോലെ റേപ്പിസ്റ്റുകളാണെന്ന് ഇയാൾ കരുതുകയാണ്.
അവനവൻ്റെ ന്യായീകരണം കണ്ടെത്തി. അത് മനോരോഗിയുടെ ലക്ഷണമാണ്. കാരണം സ്വന്തം ചെറ്റത്തരങ്ങൾക്ക്, സ്വന്തം കുറ്റങ്ങൾക്ക് ലോകത്തെല്ലാവരും ഇതുണ്ട് എന്ന് പറയുന്ന രീതിയിലാണ്. കൈക്കൂലി വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ആരാണ് കൈക്കൂലി വാങ്ങിക്കാത്തതെന്ന്. അല്ലെങ്കിൽ ആരാണ് കൈക്കൂലി വാങ്ങിക്കാത്തതെന്ന് കൈക്കൂലി വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത് പോലെയാണ് ഇതും വരുന്നത്. എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്, ഞാനും വാങ്ങിച്ചു, അപ്പം നീതീകരണമായി. ആ നീതീകരണം കണ്ടെത്തേണ്ടത് തീർച്ചയായിട്ടും ഇത് കോൺഗ്രസ്സുകാർക്ക് സെലിബ്രേറ്റ് ചെയ്യാവുന്നൊരു പോസ്റ്റാണ്, വളരെ നല്ല പോസ്റ്റാണ്. ഇത്തരത്തിലൊരു റേപ്പിസ്റ്റ് ഇട്ട ഒരു കാര്യം വാർത്തയായി കൊടുക്കുന്ന പത്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? മാധ്യമങ്ങളെക്കുറിച്ച് വേറെ ആരെങ്കിലും കൊടുക്കുമോ? ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഒരു റേപ്പിസ്റ്റ് ഇത്തരത്തിൽ നിരുത്തരവാദിത്വപരമായ പ്രസ്താവന പറയുന്ന സമയത്ത് അത് വാർത്തയായി കൊടുക്കുന്ന പത്രങ്ങളുടെ മനോഭാവം എന്തായിരിക്കണം? അതില്ലേ? ഞാൻ ഇന്ന് പത്രങ്ങളിൽ കണ്ട് ഈ വാർത്ത വിസ്തരിച്ച് കൊടുത്തിട്ടില്ല എന്ന് മാത്രം. അതെടുത്ത് കൊടുത്തുകൊണ്ട് അതാണ് മോദി എന്നല്ലേ ഇവർ പറയുന്നത്. എന്നിട്ട് പറയും ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലെന്നും പറയും. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെക്കുറിച്ച് അവിടെ 3 ബലാത്സംഗ കേസിൽ പ്രതിയാക്കപ്പെടുകയും അതിലെല്ലാം മുൻകൂർ ജാമ്യവും പിൻകൂർ ജാമ്യവും എടുത്ത് പുറത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരുവൻ മറ്റേയാളും ഇത് ഇങ്ങനെ ഈ ബലാത്സംഗക്കാരെ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ആ ആക്ഷേപം വാർത്തയായി കൊടുക്കുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരു മര്യാദ ഉണ്ടോ അതിനകത്ത്? മര്യാദ വേണ്ടേ അതിനകത്ത്? ഇതെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇവർ അന്വേഷിച്ചോ? അതിന് അങ്ങനെ ചെയ്യുന്ന മാധ്യമ സംസ്കാരവും കൂടി ഉണ്ട് ഇതിനകത്ത്. എന്നിട്ടാണ് ഇവരിരുന്ന് വിളിച്ചു പോകുന്നത് ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ, ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ എന്ന്. ഇങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇത് അനുവദനീയമാണ്? അമേരിക്കയിൽ പോലും ഇത് അനുവദനീയമല്ലല്ലോ. ഏതെങ്കിലും ഒരു രാജ്യത്ത് സമ്മതിക്കുമോ? ഒരു രാജ്യം ഭരിക്കുന്ന, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന, 3 വട്ടം തുടർച്ചയായിട്ട് പ്രധാനമന്ത്രി പദത്തിലേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരാളെക്കുറിച്ച് ഇത്തരത്തിൽ അധമജീവി എന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാവുന്ന ഒരുവൻ നടത്തുന്ന ഉത്തരവാദിത്വ ശൂന്യമായ ആക്ഷേപങ്ങൾ വാർത്തയായി കൊടുത്തുകൊണ്ടാണ് പറയണത് ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പറയാൻ ഒരു നിവൃത്തിയില്ലേ എന്ന്. അതെങ്ങനെ ശരിയാവും?